ഹീറോയിൻ പെട്ടെന്ന് ഒരു ദിവസം ഒരു പാവേനെ പോലെയായിട്ട് മാറാണ്. ഹീറോയിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് എൻ്റെ മുഖത്തിന് ശരിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കുന്നു. അതിന് ആ ഫ്രണ്ട്സും ഇല്ലെന്ന് പറയാണ്. ഒരു ദിവസം നമ്മുടെ ഹീറോയിൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇന്ന് ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു, നിങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ടപ്പോൾ മനസ്സിനൊരു സന്തോഷം ഉണ്ടെന്ന് പറയുന്നു. എന്നിട്ട് അയാളുടെ കമ്പനിയിലേക്ക് മോഡലും സിംഗറും ഒക്കെ ആയിട്ട് ഹീറോയിനോട് വരാനായിട്ട് പറയുന്നു. ഹീറോയിനും അതിന് സമ്മതിക്കും. ഹീറോയിൻ്റെ ഫസ്റ്റ് സോങ്ങിൻ്റെ ആൽബം ഭയങ്കര ട്രെൻഡായിട്ട് മാറാണ്. പെട്ടെന്ന് തന്നെ ഹീറോയിൻ ഫേമസ് ആവും. ഒരുപാട് ആളുകൾ ഹീറോയിനെ പോലെ ആവാനായിട്ട് നോക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് തന്നെ ഒന്ന് പുറത്തു പോകാനോ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട് ഒന്ന് അടിച്ചു പൊളിക്കാനോ പറ്റാത്ത അവസ്ഥയാണ്. ഹീറോയിൻ ആണെങ്കിൽ ഇങ്ങനെ ഒരു ജീവിതം തന്നെ മടുത്തിട്ട് ആ മുഖംമൂടി പൊട്ടിക്കാനും വലിച്ചു കുറച്ച് കളയാനൊക്കെ ആയിട്ട് നോക്കുന്നു. ഹീറോയിൻ്റെ പ്രൊഡ്യൂസർ ഹീറോയിനെ വിളിച്ചിട്ട് ഇന്നൊരു പ്രോഗ്രാം ഉണ്ട്, പെട്ടെന്ന് തന്നെ വരാനായിട്ട് പറയുന്നു. ഹീറോയിൻ ആ പരിപാടി നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് പരിപാടിൻ്റെ ഇടയിൽ കയ്യിലുണ്ടായിരുന്ന ഒരു മൈക്ക് വെച്ച് തന്നെ മുഖം അടിച്ച് പൊട്ടിക്കുകയാണ്. ഹീറോയിൻ വിചാരിച്ചത് ഹീറോയിൻ്റെ പഴയ ഫേസ് ആ മുഖംമൂടിക്ക് പിന്നിൽ ഉണ്ടാവുമെന്നാണ്. എന്നാൽ ഹീറോയിൻ്റെ പഴയ മുഖത്തിന് വരെ അവിടെ വലിയൊരു ബ്ലാക്ക് ഹോളാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒന്ന് പേടിച്ചുമാണ്. വേഗം തന്നെ ഹീറോയിനെ ബാക്ക് സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഹീറോയിൻ ആണെങ്കിൽ പോകുന്ന വഴിക്ക് എന്നെ പോലെ ആവാനായിട്ട് ആരും നോക്കലേ, നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാണ്ട് നിങ്ങളായിട്ട് തന്നെ ജീവിക്കുന്ന വിളിച്ചു പറയാം. അങ്ങനെ ഹീറോയിൻ കുറേ കാലങ്ങൾക്ക് ശേഷം ഹീറോയിൻ്റെ പുതിയൊരു പാട്ട് ഇറക്കുക. ആളുകളെല്ലാം ഹീറോയിൻ്റെ പുതിയ ലുക്ക് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്.